ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു ഗണിതമധുരം ചാനൽ. ഏരിയ ഓഫ് ട്രയാങ്കിൾസ് ത്രികോണ പരപ്പ് എന്ന പാഠഭാഗത്തിലെ തന്നെ പേജ് നമ്പർ 142 പ്രവർത്തനങ്ങളുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഓരോ പ്രവർത്തനവും ചെയ്യുമ്പോൾ അത് എങ്ങനെയെന്ന് കൃത്യമായി വിശദമാക്കിക്കൊണ്ട് നമുക്ക് ആ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം. പേജ് നമ്പർ 142 ആദ്യത്തെ പ്രവർത്തനം നമുക്കൊന്ന് നോക്കാം. ഒരു ത്രികോണം ടെക്സ്റ്റ് ബുക്കിലുള്ളത് ആ ചിത്രമാണ്, ഞാൻ ഇങ്ങോട്ട് വരച്ചതാണ്. ഇതിൻ്റെ ഈ വശം 4 സെൻറ്റിമീറ്റർ, ഉയരം തന്നിട്ടുണ്ട് 2 സെൻറ്റിമീറ്റർ. ഇത് മട്ടകോണാണ് എന്നറിയിക്കാൻ വേണ്ടി ആ ചിഹ്നവും അവിടെ തന്നിട്ടുണ്ട്. ഈ ത്രികോണത്തിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കണം. ഇനി ഇവിടെ നോക്കാം, നമുക്കറിയാം ഈ വശം ഇതിനെ 4 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ആ വശത്തിനൊരു പേരുണ്ട്, പാദം, ഇംഗ്ലീഷിൽ ബേസ്. അതെത്ര സെൻറ്റിമീറ്റർ ആണ്? 4 സെൻറ്റിമീറ്റർ. ഇനി അതിൻ്റെ ഉയരം തന്നിട്ടുണ്ട്. ഉയരം എത്രയാണ്? 2 സെൻറ്റിമീറ്റർ. ഹൈറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയാം, രണ്ടും പറയാം, രണ്ടും ശരിയാണ്, 2 സെൻറ്റിമീറ്റർ. ഇനി ഇതിൻ്റെ പരപ്പളവ് എങ്ങനെയാണ് കണക്കാക്കുന്നത്? ഈ ത്രികോണത്തിൻ്റെ പരപ്പളവ് കാണാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഏത് ത്രികോണമായാലും അതിൻ്റെ പരപ്പളവ് കാണാൻ ഒരു വശത്തിൻ്റെയും ആ വശത്തിൽ നിന്ന് എതിർമൂലയിലേക്കുള്ള ഉയരത്തിൻ്റെയും ഗുണനഫലത്തിൻ്റെ പകുതിയാണ്. അതായത് ദ ഏരിയ ഓഫ് എനി ട്രയാങ്കിൾ ഈസ് ഹാഫ് ദ പ്രൊഡക്റ്റ് ഓഫ് വൺ ഓഫ് ദ സൈഡ്സ് ആൻഡ് ദ ഹൈറ്റ് ഫ്രം ദിസ് സൈഡ് ടു ദ ഓപ്പോസിറ്റ് വെർട്ടെക്സ്. ഇതിൽ നിന്ന് നമുക്ക് മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കാം. അതായത് നമ്മൾ പറഞ്ഞു, പാദത്തിൻ്റെയും ഉയരത്തിൻ്റെയും ഗുണനഫലത്തിൻ്റെ പകുതിയാണ്. ദ ഏരിയ ഓഫ് എനി ട്രയാങ്കിൾ ഈസ് ഹാഫ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ ബേസ് ആൻഡ് ദ ആൾട്ടിറ്റ്യൂഡ്. അപ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല, ഇതിൻ്റെ രണ്ടിൻ്റെയും ഗുണനഫലത്തിൻ്റെ പകുതിയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? 4 ഗുണിക്കണം 2/2. ഇനി നമുക്കിത് വെട്ടിച്ചുരുക്കാം. അപ്പം എത്ര സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്? 4 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് കിട്ടുന്നത്. അപ്പം ഏത് ത്രികോണം തന്നാലും പാദത്തിൻ്റെയും ഉയരവും അതിൻ്റെ ഓപ്പോസിറ്റിലേക്ക്, അതിൻ്റെ മൂലയിലേക്കുള്ള ഉയരവും അതിൻ്റെ ഗുണനഫലത്തിൻ്റെ പകുതി അങ്ങോട്ട് കണ്ടാൽ മതി. അപ്പം ഇത് എളുപ്പമായില്ലേ? അതായത് പാദം ഗുണിക്കണം ഉയരം ബൈ 2. അപ്പോൾ ഇംഗ്ലീഷിലോ ബേസ് ഇൻറ്റു ഹൈറ്റ് ബൈ 2. ഇതിന് നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടെ ചുരുക്കിയൊക്കെ പറയാം. പാദം ബേസിന് നമുക്ക് ബി എന്ന് എഴുതാം, ഹൈറ്റിന് എച്ച് എന്ന് എഴുതാം. അപ്പോൾ BH/2, അതായത് ഹാഫ് BH ആണ് വരുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള സൂത്രവാക്യമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അടുത്ത ചിത്രം നമുക്കൊന്ന് നോക്കാം. ഇത് 6 സെൻറ്റിമീറ്റർ ഹൈറ്റ് അല്ലെങ്കിൽ ആൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ഉയരം 3 സെൻറ്റിമീറ്റർ. ഉടൻ നമ്മുടെ മനസ്സിലേക്ക് മറ്റൊരു ചിന്തയും കൂടെ ഞാൻ ഇട്ട് തരികയാണ്. നമ്മളിതിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇത് എന്താണ്? ഇതേപോലെ ഒരു ത്രികോണം ഇവിടെ വന്നു, അതേപോലെ ഒരു ത്രികോണം ഇവിടെയും വന്നു. അപ്പം ഇതൊരു ചതുരമാണ് അല്ലേ? അപ്പം അതിൻ്റെ നീളം, പാദം എന്ന് പറയുന്നത് എത്രയാണ്? ബേസ് 6 സെൻറ്റിമീറ്റർ. ഇതിൻ്റെ ഓപ്പോസിറ്റ് മൂലയിലേക്ക് വെർട്ടെക്സിലേക്കുള്ള ഹൈറ്റ്, ഉയരം എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ ത്രികോണത്തിൻ്റെ ഏരിയ, പരപ്പളവ് എന്ന് പറയുന്നത് ഈ 3 സെൻറ്റിമീറ്റർ തന്നെയാണ് ഇവിടെ വരിക. അപ്പോൾ പാദലംബ വശങ്ങളായി, അതായത് ഇത് രണ്ടിൻ്റെയും ഗുണനഫലത്തിൻ്റെ പകുതി 6 × 3/2 സമയം എത്രയാണ് വരിക? 2 3 ആണ് 6, 3 3 9 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇതേപോലെ ഒരു ത്രികോണം ഇവിടെയും ഉണ്ട് എന്നുള്ള ചിന്ത നിങ്ങളിൽ ഉണ്ടാകണം എന്ന് മാത്രം. ഓക്കെ, എങ്കിൽ നമുക്ക് അടുത്ത ചിത്രത്തിലേക്ക് കിടക്കാം. ഇപ്പം ഇവിടെ ഈ ത്രികോണത്തിൻ്റെ അളവ് ഇത് 5 സെൻറ്റിമീറ്റർ, ബേസ് 4 സെൻറ്റിമീറ്റർ, ഉയരം 5 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ. ഒരു ബുദ്ധിമുട്ടുമില്ല. 5 4 20, 20ൻ്റെ പകുതി 10, 10 ചതുരശ്ര സെൻറ്റിമീറ്റർ. 5 ഗുണിക്കണം 4/2, ഇത് രണ്ടും വെട്ടിപ്പോകും. 5 2 10 സെൻറ്റിമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ
ചതുരശ്ര സെന്റിമീറ്റർ ആണ് വരുന്നത്. അടുത്ത ചിത്രം ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഇവിടെ നോക്കൂ, ഇതാണ് ത്രികോണം. എന്നിട്ട് ഇതിൻ്റെ 4 സെന്റിമീറ്റർ തന്നു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, ഇവിടെ കുറച്ച് ഡോട്ട് ഇട്ട് ഒരു വരയൊക്കെ വരച്ച് 3 സെന്റിമീറ്റർ തന്നു. നമുക്ക് വല്ല പ്രശ്നമുണ്ടോ? നമുക്കറിയാം ഇതാണ് ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് റൈറ്റ് ആംഗിളാണ് വരിക, മനസ്സിലായില്ലേ? ഇവിടെ വലിയ മട്ടത്രികോണത്തിൽ നിന്ന് ചെറിയ മട്ടത്രികോണം മുറിച്ചു മാറ്റിയതായിട്ട് നമുക്ക് കാണാം. അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി? പാദം ബേസ് 4 സെന്റിമീറ്റർ. ഇനി ഇവിടെ നിന്നുള്ള ഹൈറ്റ് 3 സെന്റിമീറ്റർ, അത് ഉയരം 3 സെന്റിമീറ്റർ. എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ ഗുണനഫലത്തിൻ്റെ പകുതി കണ്ടാൽ മതി. അപ്പം നമുക്ക് എഴുതാം 4 ഗുണിക്കണം 3/2 സമം ഇത് 2 വെട്ടിപ്പോവും. 2 3 6 സെന്റിമീറ്റർ സ്ക്വയർ, അല്ലെങ്കിൽ 6 ചതുരശ്ര സെന്റിമീറ്റർ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അടുത്ത ഒരു കണക്കും കൂടി ഉണ്ട്, അതും കൂടെ നമുക്കൊന്ന് നോക്കാം. അടുത്ത ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള ചോദ്യം, ഇതിൻ്റെ ബേസ് 3 സെന്റിമീറ്റർ, ഹൈറ്റ് 4 സെന്റിമീറ്റർ. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ പാദം ബേസ് എത്രയാണ്? 3 സെന്റിമീറ്റർ. ഇനി അതിൻ്റെ ഹൈറ്റ് 4 സെന്റിമീറ്റർ. പരപ്പളവ് കാണാൻ 3 ഗുണിക്കണം 4/2. 4ഉം 2ഉം കൂടെ വെട്ടിപ്പോയി 2 കിട്ടി. 3 2 6 സ്ക്വയർ സെന്റിമീറ്റർ ആണ് നമുക്ക് കിട്ടുന്നത്. അടുത്ത ചോദ്യം ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഷോൺ ബിലോ? ചുവടെ വരച്ചിരിക്കുന്ന ത്രികോണത്തിന്റെ പരപ്പളവ് എത്രയാണ്? പാദം ഇവിടെ തന്നിട്ടുണ്ട്, 7 സെന്റിമീറ്റർ ആണ്. ഇനി അതിൻ്റെ ഹൈറ്റ് 4 സെന്റിമീറ്റർ. പരപ്പളവ് കാണാൻ 7 ഗുണിക്കണം 4/2. 2 4ഉം കൂടെ വെട്ടിപ്പോയി 2. 7 2 14 സ്ക്വയർ സെന്റിമീറ്റർ ആണ് നമുക്കിതിൻ്റെ ആൻസർ കിട്ടുന്നത്. ഇത് നമുക്ക് കിട്ടി, നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, നമ്മളിപ്പോൾ ഏരിയ കണ്ടുപിടിച്ചല്ലോ ഈ ത്രികോണത്തിൻ്റെ. അപ്പം ഇതേ പരപ്പളവുള്ള ഒരു മട്ട ത്രികോണം വരയ്ക്കുക. ഡ്രോ എ റൈറ്റ് ട്രയാങ്കിൾ ഓഫ് ദ സെയിം ഏരിയ. അപ്പം നമുക്കറിയാം ഇതിൻ്റെ വശം എത്ര സെൻറ്റിമീറ്റർ ആണ് വരേണ്ടത്? 7 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ ഉയരം എത്രയാണ്? 4. അപ്പോൾ നമുക്കറിയാം 7 4 28. 28ൻ്റെ പകുതിയാണ് നമുക്ക് 14 സ്ക്വയർ സെൻറ്റിമീറ്റർ കിട്ടിയത്. ഇനി നമുക്ക് മട്ട ത്രികോണം വരയ്ക്കണമെങ്കിൽ ഒരു കോൺ എന്തായിരിക്കണം? മട്ട കോണായിരിക്കണം. അപ്പം നമുക്കൊന്ന് നോക്കാം. അതിൻ്റെ വശം 7 സെൻറ്റിമീറ്റർ ആണ്. അപ്പം നിങ്ങൾ സ്കെയില് എടുത്ത് കറക്റ്റ് 7 സെൻറ്റിമീറ്റർ അളവിൽ വരയ്ക്കുക. അപ്പം ഞാൻ 7 സെൻറ്റിമീറ്റർ കറക്റ്റ് വരച്ചു. ഇനി ഇവിടെ നമുക്ക് എഴുതാം 7 സെൻറ്റിമീറ്റർ. ഇനി ഒരു കോൺ മട്ടകോണായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രൊട്രാക്ടർ എടുക്കുകയാണ്. പ്രൊട്രാക്ടർ എടുത്തിട്ട് കറക്റ്റ് ഈ വരയോട് ചേർത്ത് വെക്കുകയാണ്. ചേർത്ത് വെച്ചതിന് ശേഷം 90 ഇവിടെ അടയാളപ്പെടുത്തി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതങ്ങ് നീട്ടി വരയ്ക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് അളവ് കറക്റ്റ് നമുക്ക് ഈ വര യോജിപ്പിക്കുമ്പോൾ ഒന്നിൽ നിങ്ങളതങ്ങ് നീട്ടി വരയ്ക്കുക. നീട്ടി വരച്ചതിന് ശേഷം അതിനകത്ത് 4 സെൻറ്റിമീറ്റർ കറക്റ്റ് അളന്നെടുക്കുക. 4 സെൻറ്റിമീറ്റർ ഇവിടെ അളന്നു. 4 സെൻറ്റിമീറ്റർ ഇവിടെ എഴുതി. 4 സെൻറ്റിമീറ്റർ. ഇനി നമുക്കറിയാം 7 സെൻറ്റിമീറ്ററും 4 സെൻറ്റിമീറ്ററും ഇത് റൈറ്റ് ആംഗിളാണ്. 90 ഡിഗ്രിയാണ് വരിക. ഇനി എന്ത് ചെയ്താൽ മതി? ഈ ത്രികോണം അങ്ങോട്ട് യോജിപ്പിച്ചാൽ മതി. ഈ ബിന്ദുവും കൂടെ ഒരേ വരയിൽ വരത്തക്ക വിധം യോജിപ്പിക്കുമ്പോൾ കിട്ടിയ ഈ ത്രികോണത്തിന്റെ പരപ്പളവിന് തുല്യമായിരിക്കും. 7 4 28. 28ന്റെ പകുതി 14 സ്ക്വയർ സെന്റിമീറ്റർ ആണ് ഈ മട്ട ത്രികോണത്തിന്റെ പരപ്പളവും വരുന്നത്. ഇനി അതിനകത്ത് ഒരു ചോദ്യം കൂടിയുണ്ട്. ഇതേ പരപ്പളവുള്ളതും ഒരു കോൺ മട്ടത്തേക്കാൾ വലുതും ആയ ഒരു ത്രികോണം വരയ്ക്കുക. ഡ്രോ എ റൈറ്റ് ആംഗിൾ ഓഫ് ദ സെയിം ഏരിയ വിത്ത് 1 ആംഗിൾ ഗ്രേറ്റർ ദാൻ എ റൈറ്റ് ആംഗിൾ. അപ്പോൾ നമുക്ക് ഈ ചിത്രം ഒന്ന് വരച്ചു നോക്കാം. ആദ്യം 7 സെൻറ്റിമീറ്റർ കൃത്യം എടുത്തിട്ടല്ല വരയ്ക്കുന്നത്. ആ വര കുറച്ച് നീട്ടി വരയ്ക്കുകയാണ്. ഇവിടെ ഞാൻ 7 സെൻറ്റിമീറ്ററിനേക്കാളും കുറച്ച് നീട്ടി വരച്ചു. ഇവിടെ 7 സെൻറ്റിമീറ്ററിൻ്റെ അവിടെ കറക്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി. ഇനി എന്ത് ചെയ്യണം? നമുക്കറിയാം ഇതിനകത്ത്
ഒരു കോൺ വലുതായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഏതായാലും നമുക്ക് മട്ട കോണായിട്ട് ആദ്യം അളന്നെടുക്കാം. അപ്പം ഇവിടെ കുത്തനെയുള്ള വര വരയ്ക്കുകയാണ്. ഇവിടെ ശ്രദ്ധിച്ച് നോക്കി അറിയാം. അപ്പം 90 ഡിഗ്രി ഞാനിവിടെ മാർക്ക് ചെയ്തു. മാർക്ക് ചെയ്തിട്ട് ഈ 90 ഡിഗ്രി, അതായത് 7 സെൻറ്റിമീറ്റർ, ഇത് 7 സെൻറ്റിമീറ്ററാണ്. ഇനി അതിൻ്റെ ഹൈറ്റ്, ഉയരം എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്ററേ പറ്റുള്ളൂ. അപ്പോൾ ആ 4 സെൻറ്റിമീറ്റർ നമുക്ക് കറക്റ്റ് ഒന്ന് അളന്നെടുക്കാം. ഇവിടെ ഞാൻ കറക്റ്റ് 4 സെൻറ്റിമീറ്ററാണ് അളന്ന് എടുക്കുന്നത്. ഇവിടെ 4 സെൻറ്റിമീറ്റർ. ഇവിടെ നോക്കൂ, ഇവിടെ ഇപ്പം നമുക്ക് ഇത് യോജിപ്പിക്കാൻ പോവുകയാണ്. ഇത് യോജിപ്പിക്കുമ്പോൾ നമുക്കൊരു മട്ട ത്രികോണമാണ് കിട്ടുന്നത്. ഇതാ ഈ ഒരു മട്ട ത്രികോണം, ഈ വലിയ ത്രികോണം നമുക്ക് മട്ട ത്രികോണം കിട്ടി. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അതേ അളവുള്ള, അതായത് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന ഇതേ പരപ്പളവുള്ള ഒരു കോൺ മട്ടത്തേക്കാൾ വലുതായ ത്രികോണം വരയ്ക്കണം. അപ്പം നമുക്കിവിടെ മട്ടത്തേക്കാൾ വലുതായ ത്രികോണം ഈ വലിയ മട്ട ത്രികോണത്തിനകത്ത് കിട്ടണം. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഈ 7 സെൻറ്റിമീറ്റർ ഇവിടെയാണ്, അവിടെ ഒന്ന് മാറ്റി മറ്റൊരു വര വരയ്ക്കാൻ പോവുക. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്കറിയാം, ഇവിടെ ഇപ്പം എനിക്ക് കിട്ടിയത്, ഇവിടെ ഈ കോൺ മട്ടത്തേക്കാൾ വലുതാണ്. ആ കോൺ എത്ര ഡിഗ്രി ആണെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാനിവിടെ പ്രൊട്രാക്ടർ വെച്ചു നോക്കി, 110 ഡിഗ്രിയാണ് എനിക്കിവിടെ കിട്ടിയത്. അപ്പം ഈ കോൺ മട്ടത്തേക്കാൾ വലുതാണ്. നമുക്ക് പുതിയൊരു ത്രികോണം കിട്ടി. ഇതാ ഇവിടെ നോക്കൂ, ത്രികോണം കിട്ടി. അപ്പം വലിയ മട്ട ത്രികോണത്തിൽ നിന്ന് ചെറിയ ഈ മട്ട ത്രികോണം മുറിച്ച് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഹൈറ്റ് എത്രയാണ് വരുന്നത്? 4 സെൻറ്റിമീറ്റർ. ഇങ്ങനെ മുറിച്ച് മാറ്റുമ്പോൾ കിട്ടുന്ന ഈ ത്രികോണത്തിൻ്റെ, ഷെയ്ഡ് ചെയ്ത ത്രികോണത്തിൻ്റെ പരപ്പളവ് എത്ര തന്നെയാണ്? 7 × 4 28/2. 7 × 4/2. ഇത് വെട്ടിപ്പോവും. 7 2 14 സ്ക്വയർ സെൻറ്റിമീറ്റർ തന്നെയാണ് വരുന്നത്. ഇപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ. ഇത് ഞാൻ ഏറ്റവും എളുപ്പ വഴിക്ക് വരച്ചതാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 140 141 ഇത് കറക്റ്റ് കൃത്യമായിട്ട് പറയുന്നു. ത്രികോണത്തിന്റെ ഉയരം 4 സെൻറ്റിമീറ്റർ തന്നെ ആയതുകൊണ്ട് പരപ്പളവ് മാറുന്നില്ല. ഇതോടുകൂടെ ഈ പേജ് നമ്പർ 142 മുഴുവൻ കണക്കുകളും തീർന്നു. അപ്പം കൂട്ടുകാരെ, പേജ് നമ്പർ 142 പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. ഇനി ബാക്കി പ്രവർത്തനങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. ലവ് യു ഓൾ. ബൈ.